ഇവിടെ നിന്ന് തളിപ്പറമ്പോ വേറെന്താ? ഒന്നുമില്ല, വീട്ടിന്ന് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. എന്താ വീട്ടിന്ന് കുടുംബമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട്. വീട്ടിൽ നിന്ന് കുടുംബം തെറ്റി? അതെന്താ ഈ പ്രായത്തിൽ തെറ്റിപ്പിരിയാൻ കാര്യം? ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ എന്റെ സ്ഥലത്ത് നിന്നിട്ട് എന്നെ പേടിപ്പിച്ച പിന്നെ ഞാൻ പുറത്തെല്ലാം എന്തോ എന്നത്തെ എന്റെ വീടും തെളിവാണ്. അവിടെ നിന്ന് എന്നെ തെളിവിച്ച് ഇതാക്കിയാല് ഞാൻ പുറത്തല്ലാണ്ട് യാത്രയിൽ പോവോ? അല്ല, അവിടെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളെ പിടിച്ച് പുറത്താക്കേണ്ട കാര്യം എന്താ? കാരണം എന്ന് വെച്ചാൽ എന്റെ സ്ഥലമാണ്, പിന്നെ വീട് സ്ഥലം എന്റെ പേരിൽ പോകണം. ആരാണ് പിന്നെ പിടിച്ച് പുറത്താക്കിയത്? ഭാര്യയും മക്കളും. എന്താണ് അവരോട് വല്ല ദ്രോഹം ചെയ്തോ? അവര് ഇന്നലെ രാത്രി വന്നിട്ട് ദ്രോഹം ചെയ്തു. ഉറങ്ങാൻ പറ്റില്ല, എന്നെ പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആളിനില്ല സൗകര്യം ഞാൻ ചെയ്തു. എന്ത് ചെയ്തു? ഇവര് പറ്റുമ്പോ ഞാൻ ഏടും കാണൂല അന്ന. അതെ, അങ്ങനെയുണ്ട്. നമുക്ക് മന്ത്രമായൊക്കെ അറിയാം. മന്ത്രമായിട്ടില്ല, ഇതൊന്നുമില്ല, എന്നാലും മോശമല്ല. അപ്പം ഒരു കാര്യം, നമുക്ക് ഒരു മിനിറ്റ് ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവാം. നമ്മളിത് തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് പോകാൻ വന്നതാണ്. വന്നപ്പോ ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്നാണ് ചേട്ടൻ, അടുത്തിരുന്നു അല്ലേ? പേരെന്താന്ന്? പേര് നാരായണൻ. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ നമ്മൾ വണ്ടിയിൽ ഇറങ്ങി ഇങ്ങനെ നടന്നു. അപ്പൊ എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കഥകളൊക്കെ കേൾക്കുന്നത്. അപ്പൊ തളിപ്പറമ്പിലാണ് സ്ഥലം. അപ്പൊ എന്താണ് മറ്റന്നാള് നാട്ടില് പോണം ടൗണില്. എന്തിനാ പോകുന്നത്? എന്റെ ഒരു ബാങ്കിന്റെ ഇത് പൈസ കുറേ അയച്ച് വരാതെയാണ്, അത് ശരിയാക്കാൻ വേണ്ടി പോണം. ഇതിനകത്ത് എന്തുണ്ട്? ഇതിന്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല, ഷർട്ടും മുണ്ടും. നമുക്കുള്ള സാധനങ്ങൾ ഇത്രേ ഉള്ളൂ. എടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാ? എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? മക്കളൊക്കെ എന്ത് പ്രായമായി? മക്കള് മോന് 44 വയസ്സായി. അയാളെന്ത് ചെയ്യുന്നു? അയാള് പിന്നെ വർഷാപ്പാണ്. കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നു? ഇല്ല, അവര് കുടുംബമൊന്നും ആയിട്ടില്ല. ഓൻ കല്യാണം കഴിച്ചില്ല ഇതുവരെ. കല്യാണം കഴിച്ചില്ല? ഒരു മോനേ ഉള്ളോ? അല്ല, ഒരു മോളും ഉണ്ട്. മോള് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാവലോടുകൂടി ഓളെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അപ്പൊ അവര് വേറെ ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നുണ്ട്? ഓള് ജീവിക്കുന്നുണ്ട്, ഓള് ജോലി ചെയ്യുന്നുണ്ട്. ശരി. അപ്പൊ വീട്ടിലിപ്പോ ഭാര്യയും മോനും മക്കളെന്ന് പറഞ്ഞ മക്കള് 2 ആള്. മോളും അവിടെ തന്നെ ഉണ്ട്? മോള് അവിടെ തന്നെയുണ്ട്. അപ്പൊ മോള് ഒന്നും പറഞ്ഞില്ലേ? ഇത് ഒന്നും പറയില്ല. നിങ്ങൾ മക്കൾ രണ്ടുപേരും അമ്മയും കൂടെ ചേർന്നാണ് നമ്മളെ പുറത്താക്കി? എല്ലാരും കൂടി നമ്മളെ പുറത്താക്കി. അതെന്താ അങ്ങനെ ഒരു ടീമായത്? അത് അങ്ങനെ ഒരു ടീമായി പോയതാ, പറഞ്ഞിട്ട് കാര്യമില്ല. അതില് ഇവര് BJP ആണ്. നമ്മൾ പാർട്ടിപരമായിട്ടുള്ള സംഭവമാണ്. ചേട്ടനേത്? ഞാൻ മാർക്സിസ്റ്റിലാണ്. ഇത്ര വരെ അത് വേറെ മാറിയില്ലേ? സംഭവം മാറിയില്ലേ? കുടുംബത്തിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് 3 BJPക്കാർ, അവർക്കാണ് ഭൂരിപക്ഷം. CPM പുറത്താക്കി. ഇത് പാർട്ടി ഇടപെടേണ്ട കേസാണ്. ഇത് എവിടെ പോയാലും ഈ 3 പേര് ഒരു ടീം ആവുകയും മറ്റേ പുറത്താക്കുകയും ചെയ്യുന്നതാണല്ലോ എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇനിയിപ്പോ ഈ BJP നമ്മൾ എങ്ങനെ ഒന്ന് ഒതുക്കാൻ കഴിയില്ല. കൈവിട്ടു. അപ്പൊ നമ്മളിനി നമ്മള് CPM അമ്പലത്തിൽ എവിടെയെങ്കിലും പോയി കഴിയാൻ ഇനി അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? ശിഷ്ടകാല അമ്പലത്തിൽ തന്നെ അവര് 3 പേരും BJP ആയത് അവര് നമുക്ക് പാർട്ടിയിലോട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. നടപ്പ് വശമുള്ള കേസല്ല. തളിപ്പറത്താകുമ്പോഴത്തെ നമ്മുടെ പാർട്ടിയൊക്കെ ഇച്ചിരി സ്ട്രോങ് ആണ്. നമുക്കൊന്ന് ഇടപെട്ടാലോ? ഒന്നും നടക്കും തോന്നുന്നില്ല. ഇപ്പൊ കാണെങ്കിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അണ്ണനെ ചേട്ടൻ എന്തുവായിരുന്നു ജോലി? എനക്കാ, ഞാൻ ആക്രിക്കട തുടങ്ങിയതാണ്. ആ പീടിയെല്ലാം വിട്ടു കൊടുത്ത് എന്റെ പീടിയുടെ കെട്ടിവെച്ച പൈസ വരെ എനക്ക് കിട്ടിയിട്ടില്ല. അതുവരെ ഓൻ മുക്കി. മോനാണ് എന്റെ പിന്നിലെല്ലാം കളിക്കുന്നത്. മൊത്തം നഷ്ടക്കച്ചവടം തന്നെ. ഓൻ തന്നെയാണ് പിന്നെ ഈ BJPന്റെ ഇതിൽ നേതാവ്. പുള്ളിയാണ് BJP കളിക്കുന്നത്. അമ്മയെ കൂടെ BJPയിലാക്കി ഇരിക്കുകയാണ്. ഇനിയിപ്പോ എന്താണ്? ഇനിയിപ്പോ ഇതിനൊരു പരിഹാരം എന്താണ്? ഒരു പരിഹാരവും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബാക്കിയുള്ള കാലം എങ്ങനെയാണ്? പോയിക്കോട്ട്. എങ്ങോട്ട് പോയിക്കോട്ടെ? പക്ഷെ എന്റെ സ്ഥലത്ത് നിന്നിട്ട് എന്നെ ചെയ്യാൻ പാടില്ല. തിരിച്ചിനകത്ത് തന്നെ പോകും? ഇല്ല, ഇനി എവിടെയും പോവില്ല. ഇനി ഇവിടെ തന്നെ. ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ തന്നെ ഇവിടെ ഉണ്ടാവും കുറച്ച്. അപ്പൊ ഇവിടെ പേസ്റ്റ് ഒക്കെ കൈ നടത്തി ഇനി ഇവിടെ പല്ല് വെച്ച് കുളിച്ച്. അതെ, അതെല്ലാം ഇനി ഇവിടെ. നമ്മുടെ മൊത്തത്തിലുള്ള സ്ഥാപന ജംഗം വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനിയുള്ള കുറച്ച് ദിവസം ഇതിനകത്തൊന്നുമില്ല. ഞാൻ വിചാരിച്ചു വെയിറ്റ് ഒക്കെ കണ്ടപ്പോ എന്തെങ്കിലും കാര്യമായിട്ടൊന്നും. ചെലവിനൊക്കെ കാശൊക്കെ എങ്ങനെയാ? അങ്ങനെ അങ്ങ് ഒപ്പിക്കുന്നു, അങ്ങനെ അങ്ങ് ഒത്തുപോകുന്നു. ഇപ്പൊ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്ന എങ്ങനെയാ? അത് ഇവിടുന്ന് പിന്നെ ഇനി ആഹാരമൊന്നും കഴിക്കൂല. ഇവിടുന്ന് വൈകിട്ടാകുമ്പം ഒരു ഗോതമ്പത്തിന്റെ ഉപ്പുമാവുണ്ട് അമ്പലത്തിൽ. അതും വാങ്ങിച്ച് കഴിച്ച് എല്ലാ എന്തെങ്കിലും വെള്ളവും കുടിച്ചിട്ട് ഒറ്റ കിടക്കും.
അപ്പൊ നമുക്കിപ്പോ ഇച്ചിരി ഊണ് കഴിച്ചാലോ? ഇവിടെ നിന്ന് ഒരു ഊണ് കഴിച്ചിട്ട് പോയാലോ? വാ, എന്തായാലും ഒരു ഭക്ഷണം. ഊണ് കഴിച്ചു. എവിടെ വെച്ച്? ടൗണിൽ നിന്ന് കഴിച്ചാ? എടാ കള്ള, ഞങ്ങള് കഴിക്കാതെ വെച്ചൊന്നും വെറുതെ ഞാൻ കണ്ടിട്ടില്ല ടൗണില്. അല്ല, ഞങ്ങള് വെച്ചൊന്നും നിൽക്കുക. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചപ്പോ എന്നാ പിന്നെ ചായ കുടിക്കുന്നു. അല്ല, ചേട്ടൻ കുടിക്കുന്നില്ലേ? ഞങ്ങൾ ഒരു ചായ കുടിച്ചാ. ഞങ്ങൾ എന്തായാലും ഇതാണ് മനുഷ്യന്റെ ഓരോരോ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. എന്താണ് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് അറിയത്തില്ല. ഈ യാത്രാമധ്യേ കണ്ട നാരായണൻ ചേട്ടന്റെ ഒരു വിഷമമൊന്നും കാണുന്നില്ല. ആള് ചെയ്ത് സന്തോഷവാനാണ്. ബസ്സിനകത്തിരുന്ന് നമ്മളെ നോക്കി എന്നെ ഒന്ന് നോക്കി, ഞാനും ഒന്ന് നോക്കി, വീണ്ടും ഒന്ന് നോക്കി, ഞാനൊന്ന് ചിരിച്ചു, പിന്നെ ചിരിച്ചു, കമ്പനിയായി. ഇപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മുടെ കൂടെ. ഇത് പേപ്പറിൽ വരുവാ? പേപ്പറിലൊന്നും വരത്തില്ല. പേപ്പറില്ല, നമ്മുടെ ടിവിയിൽ മൊബൈലിലൊക്കെ വരും. മൊബൈലിൽ വരും അല്ലേ? നമുക്ക് എന്തായാലും മെസ്സൊന്ന് ചായ കുടിച്ചിട്ട് പോവാം. വന്നോട്ടെ, കണ്ടോട്ടെ, കണ്ടിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. എത്ര വയസ്സായി നാരായണേട്ടൻ? എത്ര വയസ്സായി? ഇപ്പൊ ഒന്നും പൈസ ഒന്നും കിട്ടാൻ. പൈസ അല്ലെന്ന്, വയസ്സ് എത്രയായിരുന്നു? വയസ്സ് 69. 69 വയസ്സായി. 70. അപ്പൊ നമ്മൾ മാനന്തവാടി, കൊട്ടിയൂരിൽ നിന്ന് വന്ന് മാനന്തവാടി വഴി നമ്മൾ പോകാൻ നിന്നപ്പോൾ കുറച്ച് സമയം കിട്ടി. എന്നാൽ തിരുനെല്ലി ക്ഷേത്രം ഉണ്ടല്ലോ, തിരുനെല്ലി വഴി ആ ഒരു കാട്ടിലൂടെ ഉള്ളൊരു യാത്രയാണ്. അതും കൂടെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ബസ്സിൽ കയറിയപ്പോഴാണ് ഈ ചേട്ടനെ കണ്ടത്. അദ്ദേഹത്തിന് എന്തായാലും നമ്മൾ ചായ കഴിച്ചു, പിരിഞ്ഞു, ചില്ലറ കൊടുത്തു, ഞാൻ വിട്ടു. പക്ഷേ പുള്ളി പറഞ്ഞതിൽ ചില സംഭവം സത്യമുണ്ടോ, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആയിട്ട് അറിയത്തില്ല. എങ്കിലും ഒരാളിനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ വിഷമമാണെങ്കിൽ, സത്യമാണെങ്കിൽ അതൊരു വിഷമമാണ്, സത്യമല്ലെങ്കിൽ കേൾക്കുന്നവർക്കത് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം നാളെ. ബാ.